കഴിഞ്ഞൊരു 1-2 ദിവസമായിട്ട് നമ്മുടെ ഏറെ ബഹുമാനനായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻജി ഈ വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം പോർട്ടിനെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ടു. ഈ വിഴിഞ്ഞം പോർട്ട് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിലും കേരളത്തിൻ്റെ ഭാവിൻ്റെ കോണ്ടെക്സ്റ്റിലും ഒരു ഏറെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ്. നമ്മൾ ഭാവിക്ക് വേണ്ടി ഒരു ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് BJP NDAൻ്റെ നിലപാട് എന്താണ് എന്ന് ചിലർ എന്നോട് ചോദിച്ചു. അപ്പോൾ അത് കൃത്യമായി ഇന്ന് പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ 3 കാര്യം കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, സ്വകാര്യ നിക്ഷേപം, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കഴിഞ്ഞ 10 കൊല്ലം നമ്മളെ സാമ്പത്തിക സ്ഥിതി നശിപ്പിച്ചു വെച്ച CPMൻ്റെ ഭരണം അതിന്ന് പുറത്തു വരണമെങ്കിൽ, നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ അവസരങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ, സാമ്പത്തിക സ്ഥിതി മാറ്റം കൊണ്ടുവരണമെങ്കിൽ, ശക്തമാക്കണമെങ്കിൽ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും സ്വകാര്യ നിക്ഷേപം ഈ നാട്ടിൽ വരണം, നമ്മുടെ സംസ്ഥാനത്തിൽ വരണം, നമ്മൾ സ്വാഗതം ചെയ്യണം എന്ന് ഞങ്ങളുടെ ഒരു അഭിപ്രായമാണ്. അത് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നതാണ്. അത് ആദ്യമായിട്ട് ഞാൻ പറയുന്നു. ഇതിൽ ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. തൊഴിൽ, പുരോഗതി, വികസനം നാട്ടിൽ കൊണ്ടുവരണമെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സ്വാഗതം ചെയ്യണം. രണ്ടാമത്തെ വിഷയം, ഞങ്ങളുടെ മാനിഫെസ്റ്റോ BJP NDA 2026 മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. വിഴിഞ്ഞം തുറമുഖം, വിഴിഞ്ഞം പോർട്ട് കേരളത്തിൻ്റെ ഇക്കോണമിക്ക് വേണ്ടി ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റാണ് വിഴിഞ്ഞം പോർട്ട്. അതിന് യാഥാർത്ഥ്യമാക്കാൻ നരേന്ദ്രമോദിജി സർക്കാർ ചെയ്ത സഹായവും അതിനെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യണം എന്ന് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരും പ്രൈവറ്റ് കമ്പനിയും അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ പൂർണ്ണമായി സഹകരിക്കും എന്ന് രണ്ടാമത്തെ കാര്യം. പക്ഷേ മൂന്നാമത്തെ കാര്യം, അവിടെയാണ് ഒരു പക്ഷേ, ഇതൊരു സ്വകാര്യ നിക്ഷേപമല്ല, മാത്രമല്ല, ഇതൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, ഇതൊരു PPP പ്രോജക്റ്റാണ്. ഒരു പ്രൈവറ്റ് പ്രോജക്റ്റിലും PPP പ്രോജക്റ്റിലും വലിയൊരു വ്യത്യാസമുണ്ട്. പ്രൈവറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായി വരുന്നു, ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, മുമ്പോട്ട് പോകുന്നു. സർക്കാരിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി, വെള്ളം, അതിനുവേണ്ടി സഹായം മാത്രം അവർ ചോദിക്കുന്നു, അത് കിട്ടുന്നു. പക്ഷേ PPP പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ, എന്നിട്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, കേരളത്തിൻ്റെ ഏറ്റവും വലിയ PPP പ്രോജക്റ്റാണ് വിഴിഞ്ഞം പോർട്ട്. ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ 6000 കോടി ഇവിടെ ചിലവാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ, കോൺഗ്രസിൻ്റെ ഉമ്മൻചാണ്ടി സർക്കാർ 2015 അത് കരാർ ഒപ്പിട്ടത്. അപ്പോൾ ഇതിന് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവണം. പൊതുജനങ്ങൾക്ക് ഗുണം കിട്ടും എന്ന് പറയുമ്പോൾ എന്തു ഗുണം കിട്ടും,
കൃത്യമായി അത് പറയാൻ സർക്കാരിന് കഴിയണം എന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്, ശക്തമായൊരു അഭിപ്രായമുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ ഒരു പുതിയ MLA ആയിട്ട് ആദ്യമായിട്ട് അസംബ്ലിയിൽ അവിടെ കയറുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യമായി മുഖ്യമന്ത്രിയാവുന്നു. അദ്ദേഹം ഈ 2 സെഷനിലും ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ട്രാൻസ്പെറൻസി. ഞാൻ അത് കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയെന്നു. കാരണം ഞാൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയെല്ലാം നന്നായി അറിയുന്ന ആ വ്യക്തിയാണ്, UPA സർക്കാരിൻ്റെ അഴിമതി അനുഭവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ട്രാൻസ്പെറൻസിയെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു അതിശയം അന്ന് തോന്നി. എന്നാലും അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇന്നും ഈ മദ്യനയം അതിൻ്റെ ഒരു നോൺ ട്രാൻസ്പെറൻറ്റ് നമ്മളിപ്പോൾ കണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ ഈ ഒരു അപ്രൂവൽ അത് ശരിയാണ്. അഡാനി പ്രോജക്റ്റ് ഒരു ഇൻവെസ്റ്റർ കൊണ്ടുവരുന്ന മുമ്പ് ആ കരാർ പ്രകാരം അവർ സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദം എടുക്കേണ്ടതായിരുന്നു. എടുത്തില്ല, എടുക്കാൻ പോകുന്നു എന്ന് ഞാൻ കേൾക്കുന്നു. എന്നാലും സംസ്ഥാന സർക്കാരിനൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ കരാറിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് എന്ത് ഗുണം കിട്ടും എന്നെക്കുറിച്ച്, തൊഴിലവസരങ്ങളെക്കുറിച്ച്, സംസ്ഥാന ഗവൺമെൻറ്റിന് ഈ പ്രോജക്റ്റ് വഴി എന്ത് വരുമാനം കിട്ടും എന്നെക്കുറിച്ച് ഒരു വൈറ്റ് പേപ്പർ, ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന മുഖ്യമന്ത്രി, ധവളപത്രം പുറത്ത് വിട്ടൊരു മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ചൊരു വൈറ്റ് പേപ്പർ പുറത്ത് വിടണം. കാരണമുണ്ട്. കരാറ് ഞാൻ വായിച്ചപ്പോൾ 2015 പറഞ്ഞിരിക്കുന്നത് 15 കൊല്ലം കഴിഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിന് വരുമാനം കിട്ടും. അന്നത്തെ അസംഷൻ എന്തായിരുന്നു? ഈ പ്രോജക്റ്റ് 15 കൊല്ലം എടുക്കും, 15 കൊല്ലം കഴിഞ്ഞിട്ട് വരുമാനം സംസ്ഥാന സർക്കാരിന് കിട്ടും, ആ വരുമാനം വഴി പൊതുജനങ്ങൾക്ക് ഗുണങ്ങൾ സർക്കാർ ഉണ്ടാക്കി കൊടുക്കും എന്നായിരുന്നു നമ്മുടെ ഒരു അസംഷൻ. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇത് ഞാൻ പേപ്പർ വഴിയാണ് മനസ്സിലാക്കുന്നത്, TV വഴിയാണ് മനസ്സിലാക്കുന്നത്, ഈ പ്രോജക്റ്റ് നന്നായി മുമ്പോട്ട് പോകുന്നു. പുറത്തുനിന്ന് ഇൻവെസ്റ്റർമാർ വരുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു, പ്രോജക്റ്റ് നന്നായി വലുതാവുന്നു, വർദ്ധിക്കുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. എന്നാൽ ഇന്നല്ലേ ഈ സാമ്പത്തിക സ്ഥിതിയിൽ നശിച്ച് കിടക്കുന്ന നമ്മളെ സംസ്ഥാനത്തിന് വേണ്ട വരുമാനം ഇന്നല്ലേ വേണ്ടത്? അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്? ഒരു വൈറ്റ് പേപ്പർ മുമ്പോട്ട് വെക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പോൾ 3 പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, 100% സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത്തത്, വിഴിഞ്ഞം പോർട്ട് എക്സ്പാൻഡ് ചെയ്യണം, കൂടുതൽ നിക്ഷേപം വരണം, വലുതാവണം. നാടിനൊരു ഭാവിക്ക് വേണ്ടി ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, പ്രോജക്റ്റാണ് വിഴിഞ്ഞം പോർട്ട്. അവിടെ വരുന്ന ഇൻവെസ്റ്റർമാരെല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മൂന്നാമത്തെ പോയിൻ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്. പൊതുജനങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് പറഞ്ഞ് കരാറ് ഒരു PPP പ്രോജക്റ്റ് ഏത് സംസ്ഥാന സർക്കാർ നമ്മൾ ഒപ്പിടുമ്പോൾ ആ പൊതുജനങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണ് എന്ന് പറയാൻ കഴിയണം, അത് ക്വാണ്ടിഫൈ ചെയ്യണം. സർക്കാരിന് വരുമാനം ഏത് കൊല്ലം മുതൽ കിട്ടും, എത്ര കിട്ടും, തൊഴിലവസരങ്ങൾ എത്ര സൃഷ്ടിക്കും, തീരദേശത്തെ കുട്ടികൾക്ക് എത്ര തൊഴിലവസരങ്ങൾ കിട്ടും, അവിടെ അവർക്ക് വേണ്ട സ്കില്ലിങ് ആര് ചെയ്യും. അപ്പോൾ പൊതുജനങ്ങളുടെ ഗുണം എന്ന് പറയുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് വെറുതൊരു വാക്കല്ല, ഒരു വാഗ്ദാനമല്ല, അതിനെ ക്വാണ്ടിഫൈ ചെയ്യണം. സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി ഒരു വൈറ്റ് പേപ്പർ മുമ്പോട്ട് വെക്കണം, പുറത്തിടണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. പിന്നെ വൈറ്റ് പേപ്പറിൽ, ധവളപത്രത്തിൽ എന്തെല്ലാം കവർ ചെയ്യണം, അത് ഞാൻ ഉദാഹരണമായിട്ട് ഒരു 4-5 പോയിന്റ് പറയുന്നു. ഒരു എക്സാമിനേഷൻ നടക്കണം ധവളപത്രത്തിൽ. ഇപ്പോൾ ഒപ്പിട്ട കരാറും 24 CPM സർക്കാരിൽ അതിൽ മാറ്റം കൊണ്ടുവന്നത് എന്തായിരുന്നു? അതിൽ സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളോ ജനങ്ങളുടെ അവകാശങ്ങൾ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ? എന്നാൽ ഇതെല്ലാം ഒരു നല്ല അവസരം, അത് ആ ഒരു കറക്ഷൻ കൊണ്ടുവരാൻ. ആ അവസരം
നമ്മൾ ഈ സംസ്ഥാന സർക്കാർ ഒരു അവസരമായിട്ട് കാണുക. അഡാനിയും പോർട്ട് അവർ ഇൻവെസ്റ്റർ വരുമ്പോൾ അപ്രൂവലിന് വരുമ്പോൾ ഇന്ന് ഈ കരാറിൽ എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് മാറ്റാനൊരു അവസരമായിട്ട് കാണുക എന്നാണ് ഞങ്ങളുടെ ഒരു ആദ്യത്തെ ഒരു സജഷൻ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ജനങ്ങളുടെ ഒരു അവകാശമാണ് അവർക്ക് ഗുണം കിട്ടുമെന്ന് പറയുമ്പോൾ ആ ഗുണം എന്താണ് ഈ ധവളപത്രത്തിൽ പറയണം. എന്ത് ഗുണം കിട്ടും, എപ്പോൾ കിട്ടും, ഈ വരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം എത്രയായിരിക്കും, എപ്പോൾ കിട്ടും, എത്ര കൊല്ലം കിട്ടും. പിന്നെ ഞാൻ ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്. ഈ എന്താ പറയുക, അടിച്ചിട്ട മുറിയിലല്ല ഇതിൻ്റെ ചർച്ച നടക്കേണ്ടത്. ട്രാൻസ്പെറൻസിയാണ്, PPP ആണ്, സംസ്ഥാന സർക്കാരിൻ്റെ മുതലും അതിൻ്റെ ചെലവും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വൈറ്റ് പേപ്പർ കൊണ്ടുവരാൻ സർക്കാർ ഒരു മുൻപോട്ടൊരു സെൽഫ് സ്റ്റെപ്പ് എടുക്കണം എന്ന് ഞാൻ ഇവിടെ അഭ്യർത്ഥിക്കുന്നു. അതായിരിക്കും ശരിക്കും ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ ഒരു ഉറപ്പ്. മുഖ്യമന്ത്രി അസംബ്ലിയിൽ പറഞ്ഞ വാക്കാണ് ട്രാൻസ്പെറൻസി. ആത്മാർത്ഥമായി അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം എന്ന് ഞാൻ ലാസ്റ്റ് പറയുന്നു. ഈ തുറമുഖം എന്ന് പറയുന്നത് നമ്മുടെ ചരക്ക് നീക്കം മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ സുരക്ഷാ പോയിന്റ് കൂടിയല്ലേ? അതെ. അവിടേക്ക് അതിപ്പോ മുന്ദ്രയിലായാലും അങ്ങനെ രാജ്യത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികളെ കൂടി കൂടുതൽ പങ്കാളിത്തം കൊടുത്തുകൊണ്ട് നടപ്പാക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് കൂടി ഒരു ഭീഷണിയായിട്ടുള്ള കാര്യമല്ലേ? അതിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം സെക്യൂരിറ്റി ക്ലിയറൻസ് ചെയ്യുന്നതും സെക്യൂരിറ്റി വ്യൂ പോയിന്റ് നോക്കേണ്ടത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒരു കോൺട്രഡിക്ഷൻ അല്ല. അത് ദുബായ് പോർട്ടാണോ, സിംഗപ്പൂർ ആണോ, ശ്രീലങ്കയാണോ, ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സാണ്. അതുകൊണ്ട് അതൊരു ഞങ്ങൾ അങ്ങനെ ഒരു വിഷയമായിട്ട് കാണുന്നില്ല. പക്ഷേ അവിടെ ഒരു ഇൻവെസ്റ്റർ വരുമ്പോൾ പൊതുജനങ്ങളുടെ ഗുണങ്ങൾ എന്താണെന്ന് കൃത്യമായി സർക്കാരിന് പറയാൻ കഴിയണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അവരാണ് ഇപ്പൊ ഈ തുറമുഖത്ത് എത്തിയിട്ടുള്ള ഏകദേശം 95% കൂടുതൽ കപ്പലുകൾ ആ കമ്പനിയുടേത് മാത്രമാണ്. ഇതൊരു ഏകീകൃത കുത്തകവൽക്കരണത്തിലേക്ക് പോകാനുള്ള സാധ്യത. നോക്കൂ, ഇതെല്ലാം നമ്മളെ ശ്രദ്ധ തിരിക്കരുത്. ഞങ്ങളുടെ ഫോക്കസ് ഞാൻ പറഞ്ഞല്ലോ, അതാരാണ് ഇൻവെസ്റ്റർ, അവരുടെ സെക്യൂരിറ്റി ക്ലിയറൻസ്, ഇതെല്ലാം നോക്കാൻ ഹോം മിനിസ്ട്രി ഉണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ട്. അതെല്ലാം അവർ നോക്കിക്കോളും. അവർക്ക് ഇന്നിപ്പോൾ സെക്യൂരിറ്റിനെ കുറിച്ച് നരേന്ദ്രമോദിൻ്റെ സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ ഒരു വീഴ്ച ഉണ്ടാവില്ല, അത് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയാത്തത്. ഞാൻ പറയുന്നത് ഒരു പ്രോജക്റ്റ്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് വിഴിഞ്ഞം. അത് നമ്മളെല്ലാവരും സമ്മതിക്കുന്നു. പൊളിറ്റിക്കൽ പാർട്ടി ആരാണെങ്കിലും സമ്മതിക്കുന്നതാണ്. അത് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. പക്ഷേ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നത് നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് വഴി അത് പുറത്ത് വിടണം, പറയണം, ക്വാണ്ടിഫൈ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഇത് എപ്പോഴാണ് നിർത്താൻ പോകുന്നത്? ഈ ഡീല് എന്ന് പറഞ്ഞിട്ട് ആദ്യം CPM കോൺഗ്രസ്, ഞങ്ങൾ നാടിന് വേണ്ടി ആരാണെങ്കിലും നല്ല ചെയ്യുന്നവരെല്ലാവർക്കും സഹകരണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഇപ്പോൾ VD സതീശൻജി ചെയ്യുന്നത് കറക്റ്റാണോ തെറ്റാണോ ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഇത് ഒരു ധവളപത്രമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് മുമ്പോട്ട് വെക്കണം, പുറത്തു വിടണം. ഇവിടെ എന്ത് നടക്കുന്നു ഇന്ന് നമ്മളിപ്പോൾ ഇരിക്കുന്ന എല്ലാവരും കേൾക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന്. ഇപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാനിത് ഒരു കൊല്ലമായിട്ട് പറഞ്ഞതാണ്. ആ സാമ്പത്തിക സ്ഥിതിയിൽ ഈ നമ്മുടെ സംസ്ഥാനം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ പ്രോജക്റ്റ് വഴി വരുമാനം എന്ത് കിട്ടും, എപ്പോൾ കിട്ടും എന്ന് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതൊന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ മനസ്സിലാവും നമ്മുടെ സാമ്പത്തിക സ്ഥിതി 10 കൊല്ലമായിരിക്കും ഇങ്ങനെ, 5 കൊല്ലമായിരിക്കും, 3 കൊല്ലമായിരിക്കും. നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് ചെയ്യാൻ കഴിയും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. നോക്കൂ, ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ്. അത് ABCD ആണോ, AFG ആണോ, XYZ ആണോ, ലോഫുള്ളി അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. അവരുടെ DNA, അവർ എവിടെയാണ് താമസിക്കുന്നത്, അവരെന്ത് ചെയ്യുന്നു,
അത് ലീഗൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം. അവർ ആൻറ്റി നാഷണൽസ് ആവാൻ പാടില്ല. നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റും നമ്മളെ സംസ്ഥാനത്തിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ എതിരെ പോകാൻ പാടില്ല. ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പക്ഷെ അവർ ഈ പ്രൈവറ്റ് കമ്പനീനെ കുറിച്ച് അവരുടെ ചരിത്രവും അവർ 1000 കൊല്ലം മുമ്പ് എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നെല്ലാം പറഞ്ഞ് നടന്നാൽ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം മറ്റു സ്ഥലത്ത് പോകും. അത്രേ ഉള്ളൂ. ഇത് ലെറ്റ് മീ ഫിനിഷ് ദിസ്. ഒരു കരാറിനെ കോടതി വിജയിക്കുന്നതിലേക്ക് പോകുമ്പോൾ സർക്കാരിനെ കൂടി അറിയിച്ച് അനുമതി വാങ്ങിയിട്ട് വേണം അദാനി ഇത്തരത്തിലൊരു കാര്യത്തിന് പോകാൻ. പക്ഷേ നിലവിൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത് സർക്കാർ അറിയാതെയാണ് ഈ ഓഹരി വിറ്റഴിക്കാൻ തുടങ്ങുന്നത് എന്നാണ്. അപ്പോൾ അതിൽ അദാനി കമ്പനിയുടെ ട്രാൻസ്പെറൻസി വരുത്തണ്ടേ? അല്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാൻ സോറി, ഇതിൽ അങ്ങനെ പറയേണ്ടതല്ല. എന്നാലും ഒരു സർക്കാരിനോട് ചോദിച്ചിട്ടില്ല, എന്നാലും ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ കുറേ കാലമായിട്ട് ഇവിടെ ബിസിനസ് ചെയ്തതാണ്, ഓൺട്രപ്രണർ ആയിരുന്നു. അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ എന്തായിരുന്നു അവരുടെ മാനസിക സ്ഥിതി എനിക്ക് പറയാനില്ല. പക്ഷേ ഇന്ന് സർക്കാരിൻ്റെ അനുവാദം ഇല്ലാണ്ട് ഷെയർ ഹോൾഡിങ്ങിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ആ കരാറിൽ കൃത്യമായി എഴുതിയതാണ്. ഞാനും വായിച്ചതാണ്, ഇന്നലെ വായിച്ചതാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് അവരോട് ചോദിക്കണം, സർക്കാർ ചോദിക്കണം, ഞാനല്ല ചോദിക്കേണ്ടത്. അതെ. ഓ, നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ വലിയ വേണ്ടാത്ത വിവാദത്തിൽ നിന്ന് പോകാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഈ പോർട്ട് പ്രോജക്റ്റ് നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് വേണ്ടി ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ്. അത് നന്നായി നടത്തണം, അത് ട്രാൻസ്പെറൻ്റ്ലി അത് വളരണം, ആർക്കും ഫേവറിറ്റിസം വരാൻ പാടില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. പൊതുജനങ്ങളുടെ ഗുണം ചെയ്യും എന്ന് പറയുമ്പോൾ എന്താണ് ആ ഗുണം എന്ന് ക്വാണ്ടിഫൈ ചെയ്യണം. ഞാനൊരു ഉദാഹരണമായിട്ട് പറയണേ, 2G സ്കാം നടന്നപ്പോൾ ഞാൻ ഡൽഹിയിൽ MP ആയിരുന്നു. അന്ന് ചീഫ് ഇക്കണോമിക് അഡ്വൈസർ, സർക്കാരിൻ്റെ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ പറഞ്ഞു, അല്ല, ഞങ്ങളിത് ഫ്രീ കൊടുക്കുന്നത് പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ പേരിൽ ഈ രാജ്യത്തിൽ എത്രയോ തെറ്റ് ചെയ്ത രാഷ്ട്രീയക്കാരുണ്ട്, കൊള്ള ചെയ്ത രാഷ്ട്രീയക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, ജനങ്ങളുടെ ഗുണങ്ങൾ എന്താണെന്ന് കൃത്യമായി അതിൻ്റെ ഒരു വ്യക്തത മുമ്പോട്ട് വെക്കണം. ജനങ്ങൾക്ക് മനസ്സിലാവണം ഇത് ഞങ്ങളുടെ പ്രോജക്റ്റാണ്, ഞങ്ങളുടെ നാടിൻ്റെ പ്രോജക്റ്റാണ്, ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ്. അവരങ്ങനെ ആലോചിക്കണം, ചിന്തിക്കണം. സർക്കാർ അറിഞ്ഞില്ലാണ് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി സമയത്ത് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് മുഖ്യമന്ത്രി നുണ പറഞ്ഞു എന്നാണ് പറയാം. കാരണം സർക്കാർ അറിയാതെ ഇത് എന്തിനാണ് അങ്ങനെ എന്നെ ഡ്രാഗ് ചെയ്യുന്നത്? എനിക്ക് സർക്കാർ അറിയില്ലെങ്കിൽ 2 ഓപ്ഷനാണ്. ഒന്നെങ്കിൽ അവർ കഴിവില്ലായ്മയുള്ളൊരു സർക്കാരാണ്, ഇൻകോമ്പിറ്റൻ്റ് ആണ്, അല്ലെങ്കിൽ അവർ നുണ പറയുന്നു. ഇത് 2 ഓപ്ഷനല്ലേ ഉള്ളൂ. ഇനി ഏതാണെന്ന് നിങ്ങൾ തീരുമാനിക്കും, ഞാൻ പറയുന്നില്ല. എനിക്കങ്ങനെ ഒരു വിശ്വാസമില്ല. കാരണം അങ്ങനെ ചെയ്യാൻ ഒരു ധൈര്യമുള്ള ഇന്ന് ഇന്ത്യയിലൊരു കോർപ്പറേറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സർക്കാരിൻ്റെ കരാറിൽ എഴുതിയിരിക്കുന്നു, ഞങ്ങൾ ഷെയർ ഹോൾഡിംഗ് മാറ്റണമെങ്കിൽ അത് സർക്കാരിൻ്റെ അനുവാദത്തോട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ പറയാണ്ട് ചെയ്യുക? അല്ല, അത് സാമാന്യ ബുദ്ധിയല്ലേ? അത് നോക്കൂ, ഇവർ എലക്ഷൻ്റെ സമയത്ത് എന്തെങ്കിലും പറയും, എലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ 180 ഡിഗ്രീസ് ആയിട്ട് ചെയ്യും. ഇനി അഡാനിൻ്റെ പിന്നിലല്ലേ ഇവർ ഓടുന്നു? അല്ല, നമ്മളെ ഈ CPM-കാർ, നമ്മൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നപ്പോൾ ഓർമ്മയല്ലോ, CPM-കാർ പ്രൈവറ്റ് സെക്ടറിൻ്റെ എതിരെ പറഞ്ഞ് അന്ന് എന്താ മന്ത്രി വാസം പറഞ്ഞ്, ഞങ്ങളെ പാർട്ട്ണർ അഡാനി എന്നല്ല പറഞ്ഞ്. അപ്പോൾ വേണ്ട സമയത്ത് പാർട്ട്ണർ, എലക്ഷൻ്റെ സമയത്ത് വ്യവസായി. ഇതെല്ലാം അതിൻ്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് ഗുണം കിട്ടും, ഞങ്ങൾക്ക് എന്ത് തൊഴിലവസരങ്ങൾ കിട്ടും, വരുമാനം സ്റ്റേറ്റിന് എന്ത് കിട്ടും, ഇതാണ് ചോദിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ്. പക്ഷേ ഈ തുറമുഖത്ത് വരുന്ന ചരക്ക് എന്ത് വരണം, എവിടെയാണ്, എത്ര ബർത്ത് ആർക്കൊക്കെ കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ തീരുമാനമെടുക്കുന്നത് ഇപ്പോൾ നിലവിലെ കരാറ് പ്രകാരം അദാനി ഗ്രൂപ്പിലാണ്. അങ്ങനെ ഒരു സ്വകാര്യ മേഖലയിലേക്ക് അത് പോകുമ്പോൾ ഇപ്പോൾ മുന്ദ്ര തുറമുഖത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഒടുവിലുള്ള ക്രൈംസ് റിപ്പോർട്ട് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും
ലഹരിക്കടത്ത് നടന്ന ഒരു തുറമുഖം എന്ന് പറയുന്നത് മുന്ദ്രയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സാധ്യതകൾ കേരളത്തിനും കൂടുതൽ ഭീഷണിയാകുകയല്ലേ ചെയ്യുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് നിങ്ങൾ ചോദിക്കുകയാണോ, ഞാൻ എൻ്റെ ഉത്തരം ക്ലാരിറ്റി ആയിട്ട് ഞാൻ പറഞ്ഞത്, പോർട്ട് ഓപ്പറേറ്റർ പ്രൈവറ്റ് ഓപ്പറേറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ് ഓപ്പറേറ്റർ ആണെങ്കിലും അവിടുത്തെ കസ്റ്റംസും ലോ ആൻഡ് ഓർഡർ ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഒന്ന്. രണ്ടാമത്തേത്, വിഴിഞ്ഞം ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ്. ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടെയ്നേഴ്സ് ഒന്നും ഉള്ളിൽ വരില്ല. അവിടുന്ന് അത് മറ്റേ പോർട്ടിൽ പോവും. വിഴിഞ്ഞത്തു നിന്ന് അത് ശ്രീലങ്കയിലേക്ക് പോവും, സിംഗപ്പൂരിലേക്ക് പോവും, വിയറ്റ്നാമിലേക്ക് പോവും, മറുവശത്ത് പാകിസ്ഥാനോ വേറെ ഏതെങ്കിലും പോവും. അപ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടും മറ്റു പോർട്ടിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ, ഞാൻ പറഞ്ഞ പോലെ പോർട്ട് ഓപ്പറേറ്റർ ആരാണെങ്കിലും, അത് ഗവൺമെൻറ് ആണോ, കൊച്ചിൻ പോർട്ടാണോ, പിന്നെ അഡാനിയാണോ, വേറെ ആരെങ്കിലും ആണെങ്കിലും, ആ പോർട്ടിൻ്റെ കസ്റ്റംസും ഇമിഗ്രേഷനും ലോ ആൻഡ് ഓർഡർ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ എയർപോർട്ട് പ്രൈവറ്റ് ഓപ്പറേറ്റർ ആണെങ്കിലും ആ എയർപോർട്ടിൽ കസ്റ്റംസും ഇമിഗ്രേഷനും സെക്യൂരിറ്റി നടത്തുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. സർക്കാർ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സർക്കാരുകൾക്ക്, അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് ചേർന്നുകൊണ്ട് കൂടുതൽ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു സർക്കാർ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന കുറച്ചുകൂടി ജനങ്ങൾക്ക് നേരിട്ട് അതിന്റെ ഗുണഫലം ലഭിക്കില്ല. അതെയോ? അങ്ങനെയാണോ? അത് നിങ്ങളുടെ അഭിപ്രായമായിരിക്കും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ വിശ്വസിക്കുന്നത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട, നാടിൻ്റെ ഭാവിയും രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സർക്കാരിൽ ഉള്ള ഇൻവെസ്റ്റബിൾ ഫണ്ട്സ് എപ്പോഴും അതിലൊരു ലിമിറ്റ് ഉണ്ടാവും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി നോക്കൂ. ഇന്ന് എത്രയാണ് കാശുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ? ഒരു 1.5% കാശേ ഉള്ളൂ. അത് ധവളപത്രത്തിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നില്ലേ? അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണോ? നമ്മൾ പിന്നോട്ട് പോകണമെന്നാണോ? അല്ല. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക, അതിന് നല്ല റൂൾസ് ഉണ്ടാക്കുക, ട്രാൻസ്പെറൻ്റ്ലി അവർ വരിക, അവർ സർക്കാരിന് വരുമാനം കൊടുക്കുക, അവർക്കും ഗുണം കിട്ടുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഇതാണല്ലോ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യം. അത് മുമ്പോട്ട് കൂടുതൽ വരണം, നന്നായി വരണം. എന്നാലാണ് നമ്മളെ കുട്ടികൾ നമ്മൾ പുറത്തു വിടാതെ ഇവിടെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഓക്കെ. പുതിയ സർക്കാരിന്റെ കാര്യത്തിൽ സർക്കാർ കൂടുതൽ RSS നയങ്ങളാണ് പിന്തുടരുന്നത്, അല്ലെങ്കിൽ RSS ബന്ധമുള്ള ആളുകളെ നിയമിക്കുന്നു, ശേഷാധികാര നിയമനമൊക്കെ അക്കാര്യത്തിൽ വിമർശനം ഏറ്റുവാങ്ങുന്നത്. അതിലൊക്കെ അല്ല, എനിക്കങ്ങനെയൊന്നും അവർ തന്നിട്ടില്ലല്ലോ. എന്നെ നിയമിച്ചത് നിയമത്തിൻ്റെ ജനങ്ങളാണ്. അത് കോൺഗ്രസ് ഒന്നല്ല ചെയ്തത്. ഇനിയിപ്പോൾ അവർ ആർക്ക് എന്ത് ചെയ്യുന്നതെല്ലാം അവരോട് ചോദിക്കണം. അത് എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായമില്ല. നല്ല ആൾക്കാരെ അവർ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ, അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ അവർ RSSകാരെ അവസരം കൊടുത്തുവോ കൊടുത്തില്ല എന്ന് എനിക്കറിയില്ല. അത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അല്ല, അത് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ അവർ BJP നയങ്ങളാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. കാരണം ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഞാൻ ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടല്ലോ. പിന്നെ VD സതീശൻ്റെ ബഡ്ജറ്റ് സ്പീച്ചും അതിന് മുമ്പ് സംസാരിച്ച കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. ഞങ്ങളെല്ലാം ആദ്യം ഈ പോർട്ട് ലെഡ് ഡെവലപ്മെൻറ്റ് പ്രൈം മിനിസ്റ്ററല്ലേ വന്ന് പറഞ്ഞത്. അപ്പോൾ അത് കോൺഗ്രസ് സർക്കാർ കെട്ടിപ്പിടിച്ചത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ സന്തോഷം. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഹിപ്പോക്രസിയാണ്. ഈ തൂഫാൻ എന്നും പറഞ്ഞ ഒരു വശത്ത് പോകുമ്പോൾ നമ്മൾ ഈ ബക്കാടിയും എന്താണ് അല്ല മറ്റെന്താ അതിൻ്റെ ബ്രീസർ, ഇതെല്ലാം ആരെ ടാർഗറ്റ് ചെയ്യുന്നതാണ്? യൂത്തിനെ ടാർഗറ്റ് ചെയ്യുന്നല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ ഗുണം? നോക്കൂ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ ആ പ്രിൻസിപ്പിൾ നിങ്ങൾ നിൽക്കണം, അത് പിടിച്ചിരിക്കണം. കുട്ടികൾ പഠിക്കണം, കുട്ടികളുടെ ക്യാമ്പസസിൽ ലഹരി ഉണ്ടാവാൻ പാടില്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരം കിട്ടണം, കുട്ടികൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വശത്ത് ലഹരീൻ്റെ എതിരെ ഒരു നാടകം ചെയ്യുന്നു, മറുവശത്ത് ബക്കാടി ബ്രീസറിൻ്റെ വില കുറച്ചു. ഇത് നിങ്ങളത് തീരുമാനിക്കൂ. ഇത് ഇരട്ടത്താപ്പാണോ, ഇത് പ്രിൻസിപ്പിൾലെസ് എന്തെങ്കിലും പറയാണോ, അത് നിങ്ങൾ തീരുമാനിക്കും. ഞാൻ ഒന്നും പറയുന്നില്ല. ഇത് ശരിയല്ല എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ആവശ്യമില്ല. ഇതിൻ്റെ പിന്നിൽ എന്ത് ആണ് എന്ന് ഞങ്ങൾ ലീഡേഴ്സ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അല്ല, ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ അടിച്ചിട്ട മുറിയിൽ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ട്രാൻസ്പെറൻസി നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏത് കോണ്ടെക്സ്റ്റിലാണ് ആദ്യം പറഞ്ഞത്?
കിഫ്ബിനെ കുറിച്ച് ട്രാൻസ്പെറൻസി കൊണ്ടുവരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ബഡ്ജറ്റ് വന്നപ്പോൾ അതിനെക്കുറിച്ചൊരു വാക്കില്ല. 5 ഗ്യാരണ്ടി പറഞ്ഞു, അതിനെക്കുറിച്ചൊരു ട്രാൻസ്പെറൻസി ഇല്ല. ഇനിയിപ്പോൾ വിഴിഞ്ഞം പോർട്ടിൽ ഞങ്ങളത് സമ്മതിക്കില്ല. കാരണം ഇത് PPP പ്രോജക്റ്റാണ്. ഇത് ജനങ്ങളുടെ പേരിൽ ജനങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് പറഞ്ഞു കൊണ്ടുവന്ന പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് നന്നാവണം. അഡാനിൻ്റെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം അവർക്ക് നല്ല ലാഭം കിട്ടണം, നന്നായി അവർക്ക് ഗുണം കിട്ടണം. പക്ഷേ അതിൻ്റെ ഒപ്പം സംസ്ഥാനത്തിനും നമ്മുടെ ജനങ്ങൾക്കും ഗുണം കിട്ടണം എന്ന് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യും. ഓക്കെ, താങ്ക് യു. ഇംഗ്ലീഷ് ഈ അയോധ്യ വിഷയത്തിൽ അതെൻ്റെ ഞാൻ കേരളം. ഇംഗ്ലീഷ് ആരാ? യു ആസ്കിങ് മീ സംതിങ്? Sir, just in brief, follows today's press conference about. No. No, I am not commenting on all that. I will talk about Kerala. You tell me about. Tell me. No, this is in the last 48 hours, the new Chief Minister of Kerala, Mr. V.D. Sadishan, has been commenting on an extremely important project, the Vizhinjam Port project. The Vizhinjam Port project is the biggest infrastructure project in the history of Kerala. It is a project that has come to fruition because of the support of Narendra Modi ji and the central government. And it is a project that we in the BJP NDA have included in our manifesto as being very critical to shaping the future of Kerala's economy and Kerala's job opportunities and development. The port operator, Messrs. Adani, have indicated that they are bringing in a foreign investor. There is a controversy that has been raised by the state government that the Adani promoters or the Adani company has not sought their approval, which is mandatory in the contract between the state and the port operator. First of all, we find it very hard to believe that the state is ignorant of such a move, or that the port operator will not seek a mandatory approval from the state government. But having said that, our view on this is very simple. We welcome private investment into the state. We welcome the growth and the success of the Vizhinjam port. We consider it important. But we also believe that the concept of public interest that was used to justify this port project in 2015 by the Congress government must be quantified. What are the revenues that the state government will get from this project? What are the jobs that will be created out of this project? And the Chief Minister, who used the phrase transparency in his first session in the Assembly, must bring transparency to this project, must create a white paper around the project, not around the project as much as the project's benefits for the people of Kerala. Private investments are the only way for Kerala's future to be made stronger from the current situation of bankruptcy and vulnerability. And so I appeal to the Chief Minister that he must publish a white paper. He must bring all the facts of what this project will do for the people of Kerala and the youth of Kerala and the economic and finances of Kerala at the earliest.